ഒരു നല്ല പ്രസംഗത്തിൻ്റെ ലക്ഷണം എന്താണ്? ശ്രോതാക്കൾ ഇടയ്ക്കിടയ്ക്ക് വാച്ചിൽ നോക്കാതെ, കോട്ടുവായിടാതെ ശ്രദ്ധിച്ച് കേട്ടിരിക്കുന്നതാണ് ഒരു നല്ല പ്രസംഗം. പ്രസംഗം തീരുമ്പോൾ ഇത്ര പെട്ടെന്ന് തീർന്നു പോയല്ലോ എന്ന ഒരു വിഷമം തോന്നണം. നല്ല പ്രസംഗം ചെയ്യുന്നതിന് നിയതമായ ശൈലിയൊന്നുമില്ല. വിശ്വപ്രസിദ്ധ വാഗ്മികളുടെ പ്രസംഗങ്ങൾ പലതരത്തിലുള്ളതായിരുന്നു. ചിലരുടെ പ്രസംഗങ്ങൾ സമതലത്തിലൂടെ ശാന്തമായി ഒഴുകുന്ന നദി പോലെയായിരിക്കും. ചിലരുടേത് ഒരു മലവെള്ളപ്പാച്ചിലാണ്. ആരോഹണാവരോഹണങ്ങൾ നിറഞ്ഞതായിരിക്കും മറ്റു ചിലരുടെ ശൈലി. ഏതു ശൈലിയായാലും ഉപകഥകൾ നിറഞ്ഞ പ്രസംഗങ്ങൾ ആളുകൾക്കിഷ്ടമാണ്. ഇവ സാഹചര്യവും സന്ദർഭവും നോക്കി പറയണമെന്ന് മാത്രം. പ്രസംഗത്തിൻ്റെ കേന്ദ്ര ആശയത്തോട് ഒട്ടിനിൽക്കുന്ന ഉപകഥകൾ പറഞ്ഞാൽ ശ്രോതാക്കൾക്ക് രസിക്കും. ഉപകഥകളിലെ സംഭാഷണങ്ങൾ അല്പം അഭിനയിച്ചു പറഞ്ഞാൽ ശ്രോതാക്കൾക്ക് രസിക്കും. പലപ്പോഴും ഉപകഥകൾ ശ്രോതാക്കളിൽ ചിലരെങ്കിലും മുമ്പ് കേട്ടിട്ടുണ്ടായിരിക്കും. അവരെ കൂടി കയ്യിലെടുത്ത് വേണം കഥകൾ പറയാൻ. അതിന് ഒരു മുൻകൂർ ജാമ്യം മതി. വായനാശീലമുള്ള പലർക്കും ഈ കഥ അല്ലെങ്കിൽ സംഭവം അറിവുള്ളതായിരിക്കുമെന്ന് പറഞ്ഞ് കഥ തുടങ്ങിയാൽ മതി. വായിച്ചതാണോ എന്നറിയാൻ അവർ ശ്രദ്ധാപൂർവം കേട്ടുകൊണ്ടിരിക്കും. കഥയുടെ ക്ലൈമാക്സിലായിരിക്കും പലപ്പോഴും അവർക്ക് ഓർമ്മ വരുന്നത്. ചില ഉപകഥകൾ പറയുമ്പോൾ അത് സ്വന്തം അനുഭവമായി ചിത്രീകരിക്കുന്നത് നല്ലതാണ്. മറ്റുള്ളവർക്ക് പറ്റിയ അമളികൾ കേൾക്കാൻ നമുക്ക് വലിയ താല്പര്യമാണ്. ഉപകഥകളിലെ കഥാപാത്രങ്ങൾക്ക് സന്ദർഭമനുസരിച്ച് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. രസകരമായ ഒരു കഥ പറയുമ്പോൾ പ്രാസംഗകൻ്റെ മുഖഭാവം അല്പം ഗൗരവമുള്ളതായാൽ നന്ന്. ക്ലൈമാക്സിൽ ആളുകൾ ചിരിക്കുമ്പോൾ മുഖത്ത് ഒരു നേരിയ പുഞ്ചിരി മാത്രം മതി. കഥകൾ തുടങ്ങുമ്പോൾ രസകരമായൊരു കഥയുണ്ട് എന്ന് പറഞ്ഞ് ഒരിക്കലും തുടങ്ങരുത്. അതുപോലെ തന്നെ കഥാവസാനം കഥയെപ്പറ്റി വിശദീകരണം പാടില്ല. ക്ലൈമാക്സ് പറയുമ്പോൾ വളരെ വ്യക്തമായി പറയണം. ശ്രോതാക്കൾക്ക് ശരിക്കും മനസ്സിലായില്ലെങ്കിൽ കഥ ചീറ്റിപ്പോവും. ഇങ്ങനെയുള്ള കഥകൾ സുഹൃത്ത് സംഭാഷണങ്ങളിലും പ്രസംഗങ്ങളിലും ഉപയോഗിക്കാം. സുഹൃത്തുക്കളെ തന്നെ കഥാപാത്രങ്ങളാക്കുകയും ചെയ്യാം.